ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് മൈക്കിൾ കോൾ ആൻഡ് പാറ്റ് മെക്കാഫി ഇവരാണ് റിങ്ങിൽ വന്നതിന് ശേഷം ഇവര് ഇന്ന് നടക്കാൻ പോകുന്ന വുമൺസ് ബാറ്റിൽ റോയൽ മാച്ചിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഈ മാച്ചിൽ ലാസ്റ്റ് ആരാണോ വരുന്നത് അവര് ന്യൂ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതോടുകൂടിയാണ് റോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് മെയിൻ ഇവന്റ് ജെയുസോ വന്നുകൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്തു. അതായത് ബാക്ക് ക്ലാഷിൽ ജെയുസോ വേഴ്സസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട്. ആ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റിനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് തന്റെ പേരിന്റെ പോലെ തന്നെ മെയിൻ ഇവന്റ് ജെയുസോ ആയി മാറും എന്നാണ് ജെയുസോ പറഞ്ഞത്. ശേഷം വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിൽ വന്നതിന് ശേഷം ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത്, നിനക്ക് ഞാൻ മുൻപ് ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു, അതായത് ജഡ്ജ്മെന്റ് ഡേ ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നീ അന്ന് അതിന് സമ്മതിച്ചില്ല. ഇപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിനക്ക് ചോദിക്കാം. ഈ ഒരു ലെവലിലൊക്കെ ജെയുസോനെ കളിയാക്കും. അപ്പോൾ ജെയുസോ പറയുന്നത്, ഇതിനേക്കാൾ വലിയ ടീം വിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ടീം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ റിയ റിപ്ലി ഇഞ്ചുറി ആയി പോയതുകൊണ്ടല്ല നീ ഇപ്പോൾ ലീഡറായി വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും. അതായത് റിയ റിപ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ലായിരുന്നു. ജഡ്ജ്മെന്റ് ഡേയിൽ എല്ലാം കൊണ്ടും നീ സെക്കൻഡ് ആണ്, ഫസ്റ്റ് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നത് റിയ റിപ്ലി ആയിരിക്കും എന്നൊക്കെയാണ് ജെയുസോ പറഞ്ഞ് കളിയാക്കിയത്. അവസാനം JD മെക്ഡാനിക്ക് വന്ന് ജെയുസോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ജെയുസോ മാറും. പിന്നീട് ജെയുസോ JDയെ സൂപ്പർ കിക്ക് ചെയ്യുമ്പോൾ അത് നേരെ ഡാമിൻ പ്രീസ്റ്റിന് കിട്ടുന്നതായിട്ടും ഡാമിൻ പ്രീസ്റ്റിനും ജഡ്ജ്മെന്റ് ഡേക്കും ചെറിയ രീതിയിൽ സ്പാർക്ക് വരുന്നത് പോലെയും കാണിച്ചിരുന്നു. അതായത് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട എന്ന്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ ഡൊമിനിക് മിസ്റ്റീരിയോടും JD മെക്ഡാനിക്കിനോടൊക്കെ. അതിനുശേഷം ഫസ്റ്റ് നടന്ന മാച്ച് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ R-Truth ആൻഡ് മിസ് വേഴ്സസ് ടൊമോസോ സിയംബ ആൻഡ് ജോണി ഗർഗാനോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ടൊമോസോ സിയംബ R-Truthനെ പിടികിരിയെല്ലാം ചെയ്തുവെങ്കിലും R-Truth അത് കിക്കൗട്ട് ചെയ്തു. അവസാനത്തിൽ ജോണി ഗർഗാനോയെ മിസ്സും R-Truthും ചേർന്ന് അവരുടെ ഡബിൾ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ മിസ് ആൻഡ് R-Truth, അതായത് ആസം ട്രൂത്താണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. DIY ഈ മാച്ചിൽ തോറ്റുപോയി. ശേഷം റെസ്പെക്ട് ചെയ്ത് ജോണി ഗർഗാനോ ഇവർക്കെല്ലാം ഷെയ്ക്കേണ്ടി കൊടുക്കും. എന്നാൽ ടൊമോസോ സിയംബ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് പോലെ കാണിച്ചിരുന്നു. പിന്നീട് മുൻ IC ചാമ്പ്യൻ ഗന്ധറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഗന്ധർ തൻ്റെ അടുത്ത പ്ലാനിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് താൻ ഇനി കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്യാൻ പോകുന്നു എന്നാണ് ഗന്ധർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ അവിടെ ന്യൂഡേ ടീം വന്നുകൊണ്ട് ഇവർക്കൊരു സെഗ്മെന്റ് വെച്ച് അവസാനം ഇതൊരു ടാഗ് ടീം മാച്ചാക്കി മാറ്റും. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ടാഗ് ടീം മാച്ച്. അതായത് കണ്ടു മടുത്തൊരു മാച്ചാണ്. ഈ മാച്ചിൽ ആകെ കൂടി കിട്ടിയ ഒരു ഗുണം എന്ന് പറയുമ്പോൾ മാച്ചിന്റെ ക്ലൈമാക്സിൽ സംഭവിച്ച ആ ഒരു ട്വിസ്റ്റാണ്. അതല്ലാതെ ഈ മാച്ച് എപ്പോഴത്തെയും പോലെ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് കണ്ടത്. മാച്ചിന്റെ അവസാനത്തിൽ ന്യൂഡേ തന്നെയാണ് വിൻ ചെയ്തത്. ജിയോവാനി വിഞ്ചിയെ പിൻ ചെയ്ത് അതിനുശേഷം ലൂഡ്വിൻ കൈസറും ഗന്ധറും കൂടി പ്ലാൻ ചെയ്ത് ഗന്ധർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ടും ലൂഡ്വിൻ കൈസർ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജിയോവാനി വിഞ്ചിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് LED ബോർഡുമിലേക്കും അതുപോലെ തന്നെ റിംഗ് പോസ്റ്റിലേക്കെല്ലാം വലിച്ചെറിഞ്ഞ് സ്റ്റെപ്പിൻ്റെ അവിടെയെല്ലാം കൊണ്ടുപോയി അറ്റാക്ക് ചെയ്ത് ഇഞ്ചുറി ആക്കുന്നത് പോലെയും ശേഷം സെക്യൂരിറ്റി ടീമെല്ലാം ഒന്ന് പിടിച്ചു മാറ്റുന്നതായിട്ടും കാണിച്ചിരുന്നു. അപ്പോൾ ഇമ്പീരിയം ടീമിൻ്റെ ചെറിയൊരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് ഇന്ന്. അതായത് ജിയോവാനി വിഞ്ചി ഇനി ഇമ്പീരിയം ടീമിൽ ഉണ്ടാവില്ല. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒരു ഫേസ് ആയിട്ട് നല്ല സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം. അതിനുശേഷം ഡ്രൂ മെക്കൻഡയറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് പറയുന്നത്. റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് തോറ്റുപോയ കാര്യത്തെ പറ്റിയാണ്. അതായത് CM പങ്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യനായ കാര്യത്തെ പറ്റി ഡാമിൻ പ്രീസ്റ്റിന് നേരിട്ട് തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് റീമാച്ച് തരാതെ ഒരു ഫാറ്റൽ 4-way മാച്ചാണ് തന്നത്. ആ മാച്ചിലും CM പങ്ക് വന്നുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ആ അവസരം ഉപയോഗിച്ച് ജെയുസോ ഒരു കൂസലുമില്ലാതെ ആ മാച്ച് വിൻ ചെയ്ത് പോയി. ഇങ്ങനെയൊക്കെയാണ് ഡ്രൂ പറഞ്ഞത്. അപ്പോൾ ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് CM പങ്കിന്റെ പേര് പറഞ്ഞ് ഫാൻസ് ചാൻറ്റ് ചെയ്യുമ്പോൾ ഡ്രൂ മെക്കൻഡയർ അവരോട് ദേഷ്യപ്പെടുന്നതായിട്ടും കാണിച്ചിരുന്നു. അതായത് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് CM പങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സെഗ്മെന്റ് ഇങ്ങനെ പോകും. അതായത് CM പങ്കിനെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഡ്രൂ മെക്കൻഡയറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ ഈ സെഗ്മെന്റ് കൊണ്ടുപോകും. അപ്പോൾ തന്നെ ഡ്രൂ മെക്കൻഡയറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷെയ്മസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഷെയ്മസ് പറയുന്നുണ്ട്, റെസൽമേനിയയിൽ നീയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന ലെവലില്. അതായത് റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നീ നിന്റെ ഫാമിലിയോടൊപ്പം എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിനക്ക് അല്പം കൂടിപ്പോയി.
അനാവശ്യമായിട്ട് CM പങ്കുമായി പ്രശ്നമുണ്ടാക്കി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും CM പങ്കുമായിട്ട് നീ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നൊക്കെയാണ് ഷെയ്മസ് ഡ്രൂ മാക്കിൻടയറിനോട് പറഞ്ഞത്. പിന്നീട് ഡ്രൂ മാക്കിൻടയർ ഷെയ്മസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി കളിയാക്കുന്നുണ്ടായിരുന്നു. അതായത് അല്പം വണ്ണമെല്ലാം വെച്ച് നമുക്കറിയാൻ സാധിക്കും. അതിന് ഷെയ്മസ് കൊടുത്ത ഉത്തരം, ആ വണ്ണം എനിക്ക് വർക്കൗട്ട് ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും, എന്നാൽ നിങ്ങളുടെ മണ്ടത്തരം കുറയ്ക്കാൻ സാധിക്കില്ല, ഈ ഒരു ലെവലിലൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല സെഗ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ഷെയ്മസിനോട് ഡ്രൂ പറയുന്നുണ്ട്, നിന്റെ മാച്ച് നടക്കുമ്പോൾ ഞാൻ റിംഗ് സൈഡിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഷിൻസ്കെ നാക്കമൂറ അവിടെ വന്ന് നാക്കമൂറ വേഴ്സസ് ഷെയ്മസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ പകുതിയോട് കൂടി കമന്ററി ടേബിളിന്റെ അവിടെ കൊണ്ടുപോയി നാക്കമൂറ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡ്രൂ മാക്കിൻടയറിന് അത് ഇഷ്ടമാവാത്തത് പോലെയും അവസാനത്തിൽ ഫിനിഷർ ചെയ്യാൻ വേണ്ടി നാക്കമൂറ നോക്കുമ്പോൾ ഡ്രൂ മാക്കിൻടയർ റിംഗ് സൈഡിലേക്ക് വീണ്ടും കയറി വരുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് ഷെയ്മസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബ്രോക്കിക് ഫിനിഷർ യൂസ് ചെയ്തുകൊണ്ട് ഷെയ്മസ് തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചും സെഗ്മെൻറ്റും അടിപൊളിയായിട്ടാണ് തോന്നിയത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം IC ചാമ്പ്യൻ സാമി സൈൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ കാണിച്ചു. അപ്പോൾ അതിൽ ചാറ്റ് കേബിൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ സാമി സൈൻ പറയുന്നത്, ചാറ്റ് കേബിൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് താൻ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് താൻ നോക്കുമെന്നൊക്കെയാണ് സാമി സൈൻ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ബ്രോൺസൺ റീഡ് അവിടെ വന്ന് എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. അതായത് നമ്മൾക്കിടയിൽ. ഇത് മനസ്സിലാക്കിയ സാമി സൈൻ പറയുന്നുണ്ട്, നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം തീർക്കാം എന്ന ലെവലിലൊക്കെ. പിന്നീട് ബ്രോൺസൺ റീഡ് അവിടെ നിന്ന് പോകുന്നതായിട്ടും ഇൻ്റർവ്യൂ തുടരുന്നത് പോലെയും അപ്പോൾ തന്നെ ബ്രോൺസൺ റീഡ് വന്ന് സാമി സൈനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു. സാമി സൈനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ബ്രോൺസൺ റീഡ് ഈ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ. പിന്നീട് ചാറ്റ് കേബിളിന്റെ സെഗ്മെന്റ് ആൽഫ അക്കാഡമി ടീമുമായി നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്തുകൊണ്ടാണ് സാമി സൈനെ അറ്റാക്ക് ചെയ്തത് അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചാറ്റ് കേബിൾ പറഞ്ഞത്, സാമി സൈൻ റസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് വൈഫും ഫാമിലിയുമായിട്ടെല്ലാം സെലിബ്രേറ്റ് ചെയ്തു. ശരിക്കും അതെനിക്ക് നടക്കേണ്ട കാര്യമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ റോയിൽ എൻ്റെ കൂടെ നടന്ന മാച്ചിലും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം അവൻ എന്നെ വിട്ടുകൊണ്ട് വീണ്ടും ഫാമിലിയുമായിട്ട് പോയി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. അതുപോലെ റോയിൽ തോറ്റുപോയതിന് ശേഷം തൻ്റെ മകള് കരഞ്ഞ കാര്യത്തെപ്പറ്റിയെല്ലാം ചാറ്റ് കേബിൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവസാനം ആൽഫ അക്കാഡമി ടീം ഒരു വേസ്റ്റ് ആണെന്നും, അതായത് ആൽഫ അക്കാഡമി ടീമിന് ഇത്രയധികം ട്രെയിനിങ് കൊടുത്തിട്ടും ഇവർ എല്ലാ ആഴ്ചയിലും തോറ്റുകൊണ്ടിരിക്കുകയാണെന്നും, അതുപോലെ തന്നെ സാമി സൈന് ട്രെയിനിങ് കൊടുത്താൽ ചെയ്ത തെറ്റാണെന്നും ചാറ്റ് കേബിൾ പറഞ്ഞുകൊണ്ട് ആൽഫ അക്കാഡമി ടീം മൊത്തം വിട്ട് പോകുന്നത് പോലെയാണ് ഈ ഒരു സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സാമി സൈൻ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ സാമി സൈൻ റെസ്പെക്ട് എന്ന പോലെ ചാമ്പ്യൻഷിപ്പ് എല്ലാം ചാറ്റ് കേബിളിന്റെ മുന്നിൽ വെച്ച് രണ്ടുപേരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഫാമിലിയുടെ അടുത്തേക്ക് പോയതുകൊണ്ടാണ് ചാറ്റ് കേബിളിന് ദേഷ്യം വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആൽഫ അക്കാഡമി ടീം ചാറ്റ് കേബിൾ വിടാനാണ് ചാൻസ്. അത് എന്തുകൊണ്ടാണെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നീട് ആൻഡ്രോയിഡ് റിക്കോഷെറ്റ് വേഴ്സസ് JD മെക്ഡാനിക് ആൻഡ് സാന്റോസ് എസ്കോബാർ ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആൻഡ്രോയിഡ് JD മെക്ഡാനിക്കിനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ആൻഡ്രോയിഡ് ആൻഡ് റിക്കോഷെറ്റ് ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് ഇവർ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് അവിടെ വന്നുകൊണ്ട് ആൻഡ്രോയിഡ് ആൻഡ് റിക്കോഷെറ്റ് ഇവരെ അറ്റാക്ക് ചെയ്ത് ആൻഡ്രോയിഡിനെ ചോക്സ്ലാം ഫിനിഷർ എല്ലാം ചെയ്തു ഡാമിൻ പ്രീസ്റ്റ്. ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോടും സാന്റോസ് എസ്കോബാറിനോടെല്ലാം ദേഷ്യപ്പെടുന്നത് പോലെയും കാണിച്ചിരുന്നു. അതായത് ഒരു ലീഡർ എന്ന നിലയിലാണ് ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡൊമിനിക്കിന്റെ കൈക്ക് എന്തോ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇതേ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് ഒരു 6-man ടാഗ് ടീം മാച്ച് ആക്കിയിട്ടുണ്ട്. റിക്കോഷെറ്റ് ആൻഡ്രോയിഡ് ജെയൂസോ വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ്, ഫിൻ ബാലർ ആൻഡ് JD മെക്ഡാനിക് ഇവർക്കൊരു ടാഗ് ടീം മാച്ച്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ലിവ് മോർഗൻ, ബെക്കി ലഞ്ച്, നയ ജാക്സ് ഇവരെല്ലാം കാണിക്കുമ്പോൾ നയ ജാക്സും ലിവ് മോർഗനെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് പോലെയും സെക്യൂരിറ്റി ടീമെല്ലാം പിടിച്ചു മാറ്റുന്നതായിട്ടും അതേസമയം ബെക്കി ലഞ്ച് മൈക്ക് വാങ്ങിച്ചുകൊണ്ട് സംസാരിച്ച് പോകുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് മെയിൻ ഇവൻ്റായി നടന്നത് വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ബാറ്റൽ റോയൽ മാച്ചാണ്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടും.
ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി ലഞ്ച്, ലിവ് മോർഗൻ, നയ ജാക്സ് ഇവരാണ് വന്നത്. അപ്പോൾ ഇവരിൽ ആരാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് മാച്ച് കണ്ടത്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ബെക്കി ലഞ്ചും ലിവ് മോർഗനും കൂടി നയ ജാക്സിനെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. ശേഷം ബെക്കി ലഞ്ചും ലിവ് മോർഗനും റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ ലിവ് മോർഗൻ ബെക്കി ലഞ്ചിനെ റിങ്ങിന് പുറത്തേക്ക് ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ ബെക്കി ലഞ്ച് അവിടെ കൊണ്ട് എസ്കേപ്പായിട്ട് ബെക്കി ലഞ്ചിന്റെ മാൻ ഹാൻഡിൽ സ്ലാം ഫിനിഷർ ലിവ് മോർഗനെ റിംഗ് സൈഡിൽ ചെയ്തു. അപ്പോൾ തന്നെ ലിവ് മോർഗൻ റിങ്ങിൽ നിന്നും താഴേക്ക് വീണ് ഈ ഒരു മാച്ചിൽ ബെക്കി ലഞ്ചാണ് വിൻ ചെയ്ത് ന്യൂ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ചിന്റെ റിസൾട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. കാരണം എല്ലാവരും വിചാരിച്ചു കാണാം ഈ മാച്ചിൽ ലിവ് മോർഗൻ വിൻ ചെയ്യും എന്നാണ്. കാരണം സ്റ്റോറി അങ്ങനെയാണ് കാണിച്ചു വെച്ചത് റിയ റിപ്ലിയുടെ ഒപ്പം. ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.